നമുക്കൊരു ക്രീമി പാകിസ്ഥാനി ചിക്കൻ കറി ഉണ്ടാക്കാം. നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ചപ്പാത്തിൻ്റെ കൂടെയും പത്തിൻ്റെ കൂടെയൊക്കെ നമ്മൾ സാധാ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് ഈ ചിക്കൻ കറി ഒന്ന് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ഞാനൊരു തവയിലേക്ക് 1/2 ടീസ്പൂൺ ബട്ടർ എടുത്ത് നന്നായി മെൽറ്റ് ആക്കുകയാണ്. ഇത് പ്രത്യേകം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ മെൽറ്റ് ആക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഈ ബട്ടർ കരിഞ്ഞു പോയാൽ ആ കറിക്കും ആ ഒരു കരിഞ്ഞു പോയ ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അതെൻ്റെ ബട്ടർ നന്നായി മെൽറ്റായിന്ന്. അതിനുശേഷം 4 ഉള്ളി സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 തക്കാളി ചെറുതായി സ്ലൈസ് ചെയ്തതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ബട്ടറിലേക്ക് ഈ മസാല മിക്സ് ആവുന്ന രൂപത്തിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ നന്നായി ഈ ബട്ടറിലേക്ക് ഈ മസാല മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നീട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു ഹാഫ് വേവ് ആകുമ്പോഴേക്കും മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ബിരിയാണി മസാലയും 1/2 ടീസ്പൂൺ വലിയ ജീരകവും കറാമ്പട്ടയും പൂവും ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ മസാല പൗഡറൊക്കെ ഈ മസാലയിലിട്ട് നന്നായി മിക്സ് ആവുന്ന രൂപത്തിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂണ് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 ടീസ്പൂണ് പുളിയില്ലാത്ത തൈരും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ നന്നായി ലോ ഫ്ലെയിമിലിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ആക്കി എടുക്കുകയാണ്. ഇപ്പോൾ ഒരു ഹാഫ് വേവ് ആകുമ്പോഴേക്കും 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ മസാല നമുക്ക് മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്ത മസാല ഇതിലൊട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടിത് നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഈ മസാല ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഫുൾ ചിക്കനും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോഴേക്കും എൻ്റെ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോഴേക്കും അതിലേക്ക് 2 സ്ലൈസ് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചീസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ചിക്കൻ കറിക്ക് ഒന്നും കൂടി നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ചെറുതായി എരിഞ്ഞ മല്ലിച്ചപ്പും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ചിക്കൻ കറി ലുക്ക്. നല്ല അടിപൊളി ടേസ്റ്റാണ്. പൊറോട്ടൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്.